ഒരു സ്ത്രീ എയർപോർട്ടിൽ അടുത്ത ഫ്ലൈറ്റിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഷോപ്പിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി തൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് പത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന മാന്യനായ ഒരു മനുഷ്യൻ ചവയ്ക്കുന്ന ശബ്ദം കേട്ട് സ്ത്രീ ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ ബിസ്ക്കറ്റുകൾ അയാൾ ഭക്ഷിക്കുന്നത് കണ്ടു. അവർക്ക് അയാളോട് കോപവും വെറുപ്പും ഉണ്ടായി. എന്നാൽ അത് പ്രകടിപ്പിക്കാതെ അവരും ആ പാക്കറ്റിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവസാനം ശേഷിച്ച ഒരു ബിസ്ക്കറ്റ് അയാൾ എടുത്തു മുറിച്ച് പകുതി ആ സ്ത്രീക്കായി മാറ്റിവെച്ചിട്ട് അയാൾ ഫ്ലൈറ്റിലേക്ക് പോയി. തന്നോട് ചോദിക്കാതെ തൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് ഭക്ഷിച്ച ആ മനുഷ്യനോട് ആ സ്ത്രീക്ക് അളവറ്റ അവജ്ഞയും വെറുപ്പും ഉണ്ടായി. അല്പസമയം കഴിഞ്ഞ് ആ സ്ത്രീക്ക് പോകുവാനുള്ള ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തപ്പോൾ അവർ തൻ്റെ ടിക്കറ്റ് എടുക്കുവാൻ ഹാൻഡ് ബാഗ് തുറന്നു. അപ്പോൾ അവർ ആകെ പരിഭ്രമിച്ചു പോയി. തൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിക്കാതെ അതിലിരിപ്പുണ്ട്. അയാളോട് അവർക്ക് തോന്നിയ അവജ്ഞയും വെറുപ്പും ഇപ്പോൾ തന്നോട് തന്നെ തോന്നി. മറ്റുള്ളവരോട് കോപവും വെറുപ്പും വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. മിക്കപ്പോഴും തെറ്റിദ്ധാരണകളായിരിക്കാം കാരണം. പക്ഷേ തൻ്റെ ധാരണ തെറ്റാണെന്ന് ആർക്കും തന്നെ ഒരിക്കലും തോന്നാറില്ല. കുറ്റം മുഴുവൻ മറ്റവരുടേതായി മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ യാഥാർത്ഥ്യം നമ്മുടെ ധാരണകളേക്കാൾ എത്ര വ്യത്യസ്തമായിരിക്കും. നമ്മെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമമുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവരോട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിനുള്ള വിഷമമാണ് അവിടെ പ്രകടമാകുന്നത്. എന്നാൽ നാം എത്രയോ പേരെ തെറ്റിദ്ധരിക്കുന്നു. അതിൽ നമുക്കൊരു വിഷമവും തോന്നാറില്ലതാനും.